ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഈ ഡ്രാമയുടെ ഫൈനൽ എപ്പിസോഡാണ്. ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടവരെല്ലാം വീഡിയോയ്ക്ക് ഇപ്പം തന്നെ ലൈക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് കാണിക്കുക. സോ ഇപ്പം നമുക്ക് അവസാനത്തെ ഭാഗത്തിലേക്ക് പോകാം. കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത് ചിന്നുയുടെ ചേച്ചിയുടെ ഒരു റെക്കോർഡ് ചെയ്ത വീഡിയോ കാണിച്ചിട്ടാണ്. അങ്ങനെ അത് കണ്ട് ചിന്നു ആണ് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കും. ഇതിനുശേഷം അടുത്ത ദിവസം ചിന്നു സ്കൂളിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവളുടെ സാറാണ് ഇവളുടെ വീട്ടിൽ നിന്ന് ഫോൺ കോൾ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് അവളെ വിളിച്ചെടുത്തും. അതിനുശേഷം അവൾ സംസാരിക്കുമ്പോഴാണ് ഇവളുടെ വയ്യായിരുന്ന അപ്പൂപ്പനും മരിച്ചുപോയ കാര്യം അറിയുന്നത്. അതുകൊണ്ട് അനിയനെ വിളിച്ചോണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടി പറയും. അങ്ങനെ അച്ഛന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന മുമ്പേ ഇവൾ ആ ഡ്രോയർ ഇരിക്കുന്ന പാസ്ബുക്ക് എടുത്തോണ്ട് വരാൻ പറയും. അപ്പോഴാണ് അവൾ അതിന്റെ അടുത്തൊരു ബോക്സ് കാണുന്നത്. അതിനുശേഷം അന്ന് രാത്രി ഇവൾ അനിയനെ വിളിച്ചോണ്ട് തിരിച്ച് ഗ്രാമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അനിയൻ അവളോട്, ചേച്ചി നമ്മുടെ അപ്പൂപ്പൻ ഇപ്പം മരിച്ചു, പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട് ചേച്ചി മരിച്ചപ്പോ അപ്പൂപ്പനും അമ്മമ്മയൊന്നും അവിടേക്ക് വന്നതുപോലില്ല. എങ്കിൽ പിന്നെ നമ്മുടെ അമ്മയും അച്ഛനാണ് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അടക്കം കുറെ സമയമായി. ഞാൻ വിചാരിക്കുന്ന അവരെന്ന് വരാത്തത് നന്നായെന്ന, കാരണം അവസാന നിമിഷം അവർ ചേച്ചി വഴക്കുറയെന്ന് കേൾക്കണ്ടല്ലോ എന്ന് ഇവര് സംസാരിച്ചോണ്ട് ഇപ്പൊ ഗ്രാമത്തിലുള്ള വീട്ടിലെ ചെല്ലുമ്പോഴാണ് ഇവിടെ ചിന്നോട് അച്ഛനമ്മ ഒഴിച്ച് ബാക്കി അപ്പൂപ്പന്റെ മക്കളും പിന്നെ ഇവർ ആന്റീസ് എല്ലാം കൂടെ ചിരിച്ച് അവിടെ നിന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കും. അതേസമയം ഇവിടെ ദുഃഖിച്ചിരിക്കുന്നത് ചിന്നോടെ പാരന്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് ഇത് കാണുന്ന ചിന്നു അനിയനും കൂടെ ഇവർക്ക് ഇതെന്തോ കാണിക്കുന്നതെന്ന് പറഞ്ഞ് അവരും ദേഷ്യം നോക്കിക്കൊണ്ടിരിക്കും. കാരണം അപ്പൂപ്പൻ ജീവനോടുള്ളവരെ ഇവരുടെ ഫാമിലിയെ കുറിച്ച് താഴ്ത്തി പറഞ്ഞിട്ട് ബാക്കി എല്ലാവരും കുറിച്ച് പൊക്കിയാണ് വിചാരിച്ചോണ്ടിരുന്നത്. പക്ഷെ ആ പൊക്കി വിചാരിച്ചവരാണ് ഇന്ന് അദ്ദേഹത്തിന്റെ മരണത്തിന് തന്നെ അവിടെ നിന്ന് ചിരിച്ച് ഗെയിം കളിച്ചോണ്ടിരിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത ചിന്നോടെ ഫാമിലി ആയിരിക്കും എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തിരുന്നത്. അങ്ങനെ ഇവരുടെ ബന്ധുക്കളും അവരവൾ വെറുതെ കുത്തിയിരുന്നോണ്ട് ചിന്നുവിന്റെ അമ്മയെ കുറെ ജോലി ചെയ്യിപ്പിച്ചോണ്ടിരിക്കും. പക്ഷെ അവരൊന്നും വലിയ കാര്യമായിട്ട് കാണിക്കാതെ അവരും ദേഹവേദനയോടെ അതെല്ലാം ഏറ്റെടുത്ത് ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം ഇത് കാണുന്ന ചിന്നുവാണ് അവളുടെ അമ്മയുടെ അടുത്ത് ചെന്നിട്ട്, അമ്മേ നിങ്ങൾ അപ്പൂപ്പനെ നോക്കിക്കോളാൻ മാത്രമല്ല അന്ന് നിങ്ങൾ നിന്നെ അവർ ചെയ്യുന്ന ജോലിയൊക്കെ ഏറ്റെടുത്ത് ചെയ്തോണ്ടിരിക്കുന്നത്, അവർ നിങ്ങൾ യൂസ് ചെയ്യുക ഏതിന് ഇവൾ അറിയുമ്പോഴാണ് അമ്മയും, ഓ അതൊന്നും കുഴപ്പമില്ല മോളെ, നമ്മുടെ ജീവൻ തന്നെ ഇങ്ങനെയാന്ന് എനിക്ക് പണ്ടേ മനസ്സിലായി, അതുകൊണ്ട് നമുക്കിതൊക്കെ സഹിച്ചേ പറ്റത്തുള്ളൂ എന്നതിന് അമ്മയെ അവള് പറഞ്ഞ് മനസ്സിലാക്കും. അതിനുശേഷം അടുത്ത ദിവസം അപ്പൂപ്പ മരിച്ചുകൊണ്ട് അമ്മൂമ്മയെ വയ്യാതാകും. അതുകൊണ്ട് ഇവരെല്ലാരും കൂടെ ഇനിയിപ്പോ അമ്മൂമ്മ ആരായിരിക്കും നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവരൊക്കെ ചിന്നോട് അമ്മയെ തന്നെ ഇവിടെ നിർത്താൻ വേണ്ടി പ്ലാൻ ചെയ്തോണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ അമ്മയെ ഇനി ആര് നോക്കിക്കോളും എന്ന് പറഞ്ഞ് അവരൊക്കെ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ചിന്നോട് അച്ഛന് പൈസ എടുത്തു കൊടുത്തിട്ട് ഇത് അമ്മയ്ക്ക് ജീവിക്കാനുള്ള പൈസയാന്ന് ഇതുവരെ സേവ് ചെയ്ത പൈസ എല്ലാം കൊടുക്കും. പക്ഷെ അവരാണത് കണ്ടിട്ട്, ഓ പൈസയെ കുറിച്ചാണ് സംസാരിച്ചത്, എന്തായാലും ഇത്രയും ദിവസം അപ്പൂപ്പനെ നോക്കിക്കൊണ്ടിരുന്ന നിന്റെ ഭാര്യയല്ലേ, അതുകൊണ്ട് ഇനിയിപ്പോ അമ്മൂമ്മയും കൂടെ നോക്കിക്കോട്ടെ. പെട്ടെന്ന് വേറൊരാൾ അമ്മൂമ്മയെ നോക്കുന്ന ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല എന്നിന് ഇവര് നൈസിന് അതിൽ നിന്ന് മുങ്ങാൻ നോക്കുമ്പോൾ ഇത് കേട്ട് ചിന്നോട് അമ്മയും, ആ ശരി ഞാൻ നോക്കിക്കോളാം, പക്ഷെ ചിന്നുവിന് മെയിൻ പരീക്ഷ തരുക, ഞാൻ അത് കഴിഞ്ഞിട്ടേ നോക്കത്തുള്ളൂ എന്നിന് അമ്മയും പറയുമ്പോഴാണ് ഇത് കേട്ട് കസിൻ റൂയുടെ അമ്മയാണ്, ആ ഓക്കെ എങ്കിൽ പിന്നെ ഒരു മാസത്തേക്ക് ഞാൻ അവരെ നോക്കിക്കോളാം, നിങ്ങൾ മാസം മാസം പൈസ മാത്രം തന്നാൽ മതി, എന്തായാലും അവര് മരിക്കാൻ പോകല്ലേ, ഇനി എത്ര ദിവസം നിറഞ്ഞ പിന്നെ സ്വത്തിന്റെ കാര്യമൊക്കെ അറിയല്ലേ, അപ്പൂപ്പൻ അതൊക്കെ ഞങ്ങളുടെ പേരിലേക്ക് മാറ്റി വെച്ചേക്കുന്നത്, നിങ്ങൾക്കത് പ്രശ്നമൊന്നുമില്ലല്ലേ എന്നിന് ഇവരും ചോദിക്കുമ്പോഴാണ് ചിന്നോടെ പേരൻസും അവർക്ക് അതൊരു പ്രശ്നമില്ലെന്ന് പറയും. അപ്പോഴാണ് റൂയുടെ അമ്മയാണ്, പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നാട്ടുകാരൊക്കെ പറയുന്നത് ശോഭയുടെ അസ്ഥി കൂടെ ഇവിടെ ഇരിക്കുന്നുണ്ട്, നമ്മുടെ ഫാമിലി മൊത്തം ബുദ്ധിമുട്ടുന്നേന്ന്, അതുകൊണ്ട് അവളുടെ അസ്ഥി കൂടെ നിങ്ങൾ മാറ്റണം, ആ നശിച്ചുപോയുള്ള കാരണം നമ്മുടെ കുടുംബത്തിന് ചീത്തപ്പേരാ എന്നിന് ഇവർ ആന്റിയും പറയുമ്പോഴാണ് ഇത് കേട്ട് ചിന്നോട് അമ്മയെ ദേഷ്യത്തി, എന്റെ മോളെ കുറിച്ച് നീ എന്തോടി പറഞ്ഞ എന്നിന് അവരടിച്ച് പൊട്ടിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇത് കണ്ട് ബാക്കി എല്ലാവരും കൂടെ അവരെ പിടിച്ച് മാറ്റാൻ നോക്കുമ്പോഴാണ് അച്ഛൻ ഇതെല്ലാം കണ്ടിട്ട് സൈലന്റ് ആയിട്ട് നിൽക്കും. അതിനുശേഷം ചിന്നു അനിയനും അമ്മയെ പിടിച്ച് മാറ്റി നിർത്തിയിട്ട് എന്തായാലും ചേച്ചിക്ക് ഇവിടെ ഇരിക്കുന്ന ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് അവളുടെ അസ്ഥി കൂടെ നമുക്ക് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റാൻ പറയും. അതിനുശേഷം ഇവരെല്ലാം വിഷമിച്ച് ചേച്ചിയുടെ അസ്ഥി കൂടെ അവിടെ നിർത്തോണ്ട് ഇവരുടെ നാട്ടിലേക്ക് പോകും. അങ്ങനെ ഇവിടെ അമ്മ നല്ല വിഷമത്തിരിക്കുമ്പോഴാണ് ഇത് കാണുന്ന ചിന്നുവും അവൾ ഇവിടെ വരുന്നതിന് മുമ്പേ ആ ലോക്കറിൽ കണ്ട ബോക്സിലെ കാര്യങ്ങൾ കാലേച്ച് വെക്കും. അങ്ങനെ ചേച്ചി ഇതിനു മുമ്പ് ഇവളുടെ പാരൻസിന് അയച്ച ലെറ്ററാണത്. കൊച്ചിലെ തന്നെ ഇവളുടെ ചേച്ചിയും അച്ഛനമ്മയും കുറെ കഷ്ടപ്പെടുന്നുണ്ട്, വളർന്നതിന് ശേഷം അവൾ ഇവരെ നോക്കിക്കോളാന്ന് കുറെ ലെറ്റർ അയച്ചാണ്. അങ്ങനെ അതേപോലെ കുറെ കണക്കില്ലാതെ ലെറ്റർ കാണും. അപ്പോഴാണ് ചിന്നുവിന് മനസ്സിലാവുന്ന ഇവളുടെ അച്ഛനമ്മയും കൂടെ ചേച്ചിയെ കുറിച്ച കാര്യങ്ങളെല്ലാം സേവ് ചെയ്ത് വെച്ചേക്കുക, പക്ഷെ അതൊക്കെ ഇവരോട് കാണിക്കാത്തതന്നെ ഉള്ളു. അതുകൊണ്ട് അത് മനസ്സിലാക്കുന്ന ചിന്നുവാണ് ഇവളുടെ അച്ഛനമ്മയ്ക്കും ചേച്ചിയോട് സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കും. അതിനുശേഷം സിറ്റിയിലേക്ക് വന്ന് ചേച്ചി അടക്കം ചെയ്യുമ്പോഴാണ് ഇവിടെ അനിയനാണ് അടുത്തുള്ള ശവപ്പെട്ടിയെ കണ്ടിട്ട്, ചേട്ടന്മാര് ചേച്ചിമാരെ എന്റെ ചേച്ചി ഇവിടെ പുതിയതാ, അതുകൊണ്ട് നിങ്ങളെല്ലാരും അവളെ സുരക്ഷയായിട്ട് നോക്കണം ഏതിന് അവന് അടുത്തുള്ള ശവപ്പെട്ടിക്ക് ഹായ് പറയുമ്പം ഇത് കണ്ട അമ്മയും അച്ഛനും കൂടെ വന്ന് മര്യാദയ്ക്ക് ഇവിടെ പണി നോക്കടാന്ന് പറഞ്ഞ് അവനെ മിണ്ടായിരിക്കാൻ പറയും. അപ്പോഴാണ് അനിയനും ചേച്ചിയോട് പ്രാർത്ഥിക്കും, ചേച്ചി നിങ്ങൾക്ക് വല്ലതും ആവശ്യങ്ങളുണ്ട് ഞങ്ങളുടെ സ്വപ്നത്തിൽ വന്ന് അതൊക്കെ ചോദിക്കാം, പക്ഷെ എന്നോട് മാത്രം ചോദിക്കല്, ഞാൻ കൊച്ചു വെച്ച നിനക്ക് വേണേ ചേച്ചി
ചേച്ചിയുടെ സ്വപ്നത്തിൽ പോയി നിനക്ക് ആവശ്യമുള്ളതെല്ലാം ചോദിച്ചു വാങ്ങിച്ചോ, ഞാനൊന്നും പറയത്തില്ല. എന്നിന് ഇവരെല്ലാരും കൂടെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ ചിന്നിയും അവളുടെ ചേച്ചിയോട് സോറി പറഞ്ഞ് ഇവളുടെ കൂടെ ഒരുമിച്ച് തന്നെ ജീവിക്കണമായിരുന്നു പറഞ്ഞൊക്കെ അവൾ ഹഗ് ചെയ്ത് കരഞ്ഞുകൊണ്ടിരിക്കും. അതിനുശേഷം ഇപ്പൊ കുറെ മാസം കഴിഞ്ഞ് ഇവിടെ ജയിലിൽ നിന്ന് ആ ഗാങ്സ്റ്ററും പുറത്തേക്ക് വരും. അങ്ങനെ അവന്റെ വരവ് തന്നെ ചിന്നിയുടെ ഫാമിലി പ്രതികാരം ചെയ്യാൻ വേണ്ടിയാ. ഇതേസമയം ഇതൊന്നും അറിയാതെ ചിന്നിയും അവൾക്ക് മൂവ്മെന്റ് അടുത്ത് നിന്ന് വന്ന ലെറ്റേഴ്സ് ഒക്കെ വായിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിന്റെ കൂടെ തന്നെ ഇവൾക്കൊരു ഡാൻസ് കോമ്പറ്റീഷന് പങ്കെടുക്കാനുള്ള ഒരു പാസ് അയച്ചെന്നേക്കും. കാരണം ഇവളുടെ ഡാൻസ് പെർഫോമൻസ് അവള് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തായിരുന്നു. അങ്ങനെ അതുകൊണ്ട് ആ കോമ്പറ്റീഷൻ ഇവളെ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞ് ഇവൾക്ക് താല്പര്യമുണ്ട് അവിടെ ചെന്ന് പങ്കെടുക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഇത് കാണുന്ന ഇവളുടെ ഫ്രണ്ട്സ് ആണ്, ഓ ചിന്നിയോ ഞങ്ങളറിയാൻ നീ കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കാൻ വന്നോ, നിന്റെ ചേച്ചി ഇതിനു മുമ്പ് ഈ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്തായിരുന്നു, പക്ഷെ അവർക്ക് സ്റ്റേജിൽ ചെന്ന് ഡാൻസ് കളിക്കാൻ പറ്റില്ല. ഒരേ ഇതിൽ പങ്കെടുത്ത് നീ വിജയിക്കുവാണ് നിന്റെ ചേച്ചി മിക്കവാറും സന്തോഷപ്പെടും. എന്നിന് ഇവരൊക്കെ അവളെ പോകാൻ പറയുമ്പം ഇത് കേട്ട് ചിന്നിയും ഓ ഇത് ഞാൻ അപ്ലൈ ചെയ്തല്ല, മൂമു ഞാൻ അറിയാതെ അപ്ലൈ ചെയ്ത, കൂടാതെ ഈ കോമ്പറ്റീഷന് വേണ്ടി ഞാൻ പ്രാക്ടീസ് പോലും ചെയ്തില്ല. ഏതിന് ഇവളും പറയുമ്പം ഇത് കേട്ട് അവളുടെ ഫ്രണ്ട്സും അതൊക്കെ ഞങ്ങൾ ഏറ്റെന്നറിഞ്ഞ് ഇവൾക്ക് വേണ്ടി ഔട്ട്ഫിറ്റ് ഒക്കെ ചൂസ് ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം ഡാൻസ് കോമ്പറ്റീഷന് പോകാൻ വേണ്ടി ഇവളും വീട്ടിൽ സെമിനാറിന് വന്ന് കള്ളം പറഞ്ഞ് അവിടെ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇതറിയാതെ അച്ഛനമ്മയും കൂടെ എന്തായാലും ട്രെയിനിൽ പോകുമ്പോൾ അറിയാത്ത ആൾക്കാരോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഇവളോട് സ്നേഹത്തിൽ പനിക്കുള്ള മരുന്നൊക്കെ എടുത്ത് വെച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അച്ഛൻ ഇവൾ കൊണ്ടുവന്ന് ബാഗ് നോക്കുമ്പോൾ അതിനകത്ത് ഇവൾ ഡാൻസ് കോമ്പറ്റീഷന് പങ്കെടുക്കാനുള്ള ആ പാസ് കാണും. അങ്ങനെ അത് കണ്ടിട്ട് അച്ഛന് മനസ്സിലായി ഇവൾ സെമിനാറിന് പോകുമല്ല ഡാൻസ് കളിക്കാൻ പോവാന്ന്. പക്ഷെ എന്നാൽ അച്ഛനൊന്നും കാണാത്ത പോലെ തിരിച്ച് ആ ബാഗ് എടുത്ത് വെക്കും. അപ്പോഴാണ് ഇതെല്ലാം അവിടെ നിന്ന് ഹനീനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അടുത്ത ദിവസം ഇവളെ സേഫ് ആയിട്ട് പോയിട്ട് ഫോൺ വിളിക്കാൻ പറഞ്ഞ് അവളെ പറഞ്ഞയക്കും. അപ്പോഴാണ് അനീൻ അവിടേക്ക് വന്നിട്ട് ഇത് എന്നെ കൊണ്ട് പറ്റിയ ഒരു ഗിഫ്റ്റാന്ന് പറഞ്ഞ് ഇവളുടെ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ട് അവൻ അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവള് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അനീൻ തന്ന സാധനം നോക്കുമ്പോഴാണ് ഇതാണ് ഇതിനുമുമ്പ് ഇവളുടെ ചേച്ചി ഡാൻസ് കളിക്കാൻ വേണ്ടി യൂസ് ചെയ്ത ഷൂ ആണ്. പക്ഷെ അന്ന് ചിന്നു അവളുടെ സാധനങ്ങളൊക്കെ എന്തിനാ വെച്ചേക്കെന്ന് പറഞ്ഞ് അനിനോട് ദേഷ്യപ്പെട്ടാണ്. പക്ഷെ അവൻ ഇപ്പൊ സുരക്ഷയായിട്ട് ഇതുവരെ കൈ വെച്ചോണ്ടിരുന്ന. അങ്ങനെ അതിന്റെ കൂടെ തന്നെ ലെറ്ററും കാണും ഇവളിപ്പോ ഡാൻസിന് വന്ന കാര്യമൊക്കെ അച്ഛൻ അറിയാന്ന്. പക്ഷെ അച്ഛൻ കണ്ടിട്ട് കാണാതെ പോലെ ഇരിക്കുക. അങ്ങനെ അതൊക്കെ വായിച്ചു നോക്കിയിട്ട് ഇവളെ സന്തോഷപ്പെട്ടോണ്ടിരിക്കും. അങ്ങനെ അവള് വേറെ സിറ്റിയിലേക്ക് ഡാൻസ് കളിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ആ കോമ്പറ്റീഷനിലെ ഒരു ജഡ്ജ് ഷെന്നിന്റെ അമ്മയാണ്. അതുകൊണ്ട് ഷെൻ ഇപ്പൊ അവന്റെ അമ്മയുടെ കൂടെ ആ സ്ഥലത്തുള്ള. അങ്ങനെ ഇവരുടെ ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവന്റെ അമ്മയും ഇവരുടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു പെങ്കൊച്ച് ഇവിടെ ഡാൻസ് കളിക്കാൻ വരുന്നുണ്ടെന്ന് അറിയും. അങ്ങനെ ആ പെങ്കൊച്ചിന്റെ പേര് ചിന്നിയോ എന്ന് അറിഞ്ഞിട്ട് ഇവൻ അവളെ പരിചയം ചോദിക്കുമ്പോൾ അവനും വിഷമിച്ച് ഞങ്ങളൊന്നും ഇപ്പൊ ഫ്രണ്ട്സ് അല്ലെന്ന് പറഞ്ഞ് അവന്റെ അമ്മയോട് സംസാരിച്ചോണ്ടിരിക്കും. അതിനുശേഷം അവനും അച്ഛനിപ്പോ റിലേഷൻഷിപ്പിലാന്ന് ഇവന്റെ അമ്മയോട് ആ കാര്യം പറയുമ്പോൾ അവന്റെ അമ്മയ്ക്കും അറിയാം അത് സെറ്റായി കൊടുത്തത് ഇവനാണെന്ന്. അതുകൊണ്ട് അതിനെ കുറിച്ച് ഇവനോട് പറയുമ്പോൾ ഇവനും കുറച്ച് ഷൈയായി അവർ രണ്ടുപേരും അങ്ങനെ ബന്ധത്തിരുന്നാല് പിന്നെ അച്ഛൻ എന്നെ വഴക്കുറയായിരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ഇവൻ അമ്മയോട് പറയും. അപ്പോഴാണ് അമ്മയും കുറെ ആലോചിച്ച് നോക്കിയിട്ട് എടാ ഷൻ എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. നീ മുമ്പ് ഫ്രാൻസ് വന്നപ്പോ എന്റെ ഒരു ഫ്രണ്ടിനെ കണ്ടില്ലേ, അവൻ എന്നെ പ്രൊപ്പോസ് ചെയ്ത്. പക്ഷെ ഞാനിതൊരു ഉത്തരം പറഞ്ഞില്ല, കാരണം എനിക്ക് നിന്റെ ആൻസർ എന്താന്ന് അറിയണം. എന്നിന് അമ്മയും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട അവനും എങ്കിൽ പിന്നെ അമ്മ നിങ്ങൾക്ക് അയാളെ കുറിച്ച് എന്തോ തോന്നുന്നത്. എന്നിന് അവൻ ചോദിക്കുമ്പോൾ അമ്മയും അവൻ നല്ല പയ്യനാ, പക്ഷെ ആദ്യത്തെ കല്യാണം തന്നെ ഇവർക്ക് കുറെ ബുദ്ധിമുട്ടെന്ന് അറിയും. അതുകൊണ്ട് മറ്റൊരു കല്യാണത്തിനെ കുറിച്ച് ഇവർ പേടിക്കാന്ന് പറയുമ്പം ഇത് കേട്ട് ഷെന്നും എങ്കിൽ പിന്നെ ഇവനെ കൊണ്ട് ഐഡിയാസ് ഒന്നും പറയാൻ പറ്റില്ലെങ്കിലും ഇവന്റെ അമ്മ എപ്പോഴും സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞ് അവന് വിഷ് ചെയ്യും. അതിനുശേഷം ഇവിടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് എല്ലാ പിള്ളേരും അവരുടെ റൂമിലേക്ക് പോകുമ്പോഴാണ് ചിന്നു ഇപ്പോഴും അവിടെ നിന്ന് ഡാൻസ് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക. പക്ഷെ അതറിയാതെ സെക്യൂരിറ്റി ആണ് എല്ലാവരും പോയെന്ന് പറഞ്ഞ് ലൈറ്റ് ഓഫ് ചെയ്ത് ആ ഡോർ അങ്ങ് ലോക്ക് ചെയ്തിട്ട് അങ്ങ് പോകും. അതിനുശേഷം ഇവിടെ ഫുഡ് കഴിച്ചിട്ട് ഷെൻ അവന്റെ അമ്മയായിട്ട് വരുമ്പോഴാണ് അവിടുത്തെ സ്റ്റാഫും എല്ലാ പിള്ളേരും വന്ന് പക്ഷെ ചിന്നു എന്ന് പറഞ്ഞ പെങ്കൊച്ച് മാത്രം വരാത്തോണ്ട് അവൾക്ക് മാത്രം റൂം ബുക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവന്റെ അമ്മയും എങ്കിൽ പിന്നെ ആ കൊച്ചിനെ വിളിച്ചു നോക്കിക്കോടെ എന്ന് പറഞ്ഞ് ഇവരും ചോദിക്കുമ്പോൾ അവളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവളെ വിളിക്കാൻ പറ്റില്ലെന്ന് പറയും. അപ്പോഴാണ് അമ്മയും ഒരു ദിവസം അവൾ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്ത് കാണുമെന്ന് പറഞ്ഞ് ഇവന്റെ അമ്മയെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഇതേക്കുന്ന ഷെന്നും ടെൻഷനായി എങ്കിൽ പിന്നെ ഞാൻ പോയി നോക്കിത്തരാന്ന് പറഞ്ഞ് അവൻ അപ്പം തന്നെ അവിടെ സ്ഥലം വിടും. അതേസമയം ഇവളാണ് പുറത്തിറങ്ങാൻ പറ്റാതെ അവിടെ തന്നെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്കുന്ന ഷെന്നാണ് ഇവളവിടെ കിടക്കുന്നുണ്ട് അടുത്തേക്ക് ഓടി ചെല്ലും. അതിനുശേഷം അടുത്ത സെക്കൻഡ് തന്നെ ഇവന് റൂമില്ലാത്തോണ്ട് ഇപ്പൊ ഇവന്റെ റൂമിൽ താമസിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വരും. കൂടാതെ മുമ്പത്തെ പോലെ തന്നെ ഇവൻ തറയിൽ കിടന്നോളാം ഇവളെ ബെഡിൽ കിടക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവൾ അവനോട് പറയുന്നത് ഷൻ സത്യം പറഞ്ഞ എല്ലാ സമയത്തും നീയാ വന്നതിനെ രക്ഷിക്കുന്നത്, പക്ഷെ എനിക്കതൊരു ഭാരമായിട്ടാ തോന്നുന്നത്. ഏതിന് ഇവളും പറയുമ്പം ഇത് കേട്ട് അവനാണ് ഓക്കെ എങ്കിൽ പിന്നെ ഞാൻ ചെയ്ത സഹായത്തിനൊക്കെ നീ തിരിച്ച് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, അതിനുള്ള സമയം വരുമ്പം ഞാൻ തന്നെ നിന്നോട് ചോദിക്കാം. ഏതിന് ഇവ രണ്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവനും പറയുന്നത് ചിന്നു ഇതേപോലെ ഒരു സിറ്റുവേഷൻ നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ അറിഞ്ഞില്ലേ, ആ ദിവസങ്ങൾ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. അന്ന് സത്യത്തിൽ നിന്നെ സഹായിക്കാൻ വേണ്ടി ഞാൻ ആലോചിച്ച, അല്ലാതെ ഒരു ഗെയിം കളിക്കുന്ന പോലെ നിന്നെ വിളിച്ചോണ്ട് ഒളിച്ചോടുന്നല്ലായിരുന്നു എന്റെ പ്ലാൻ. ഏതിന് അവനും പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണ് ഇവളും പെട്ടെന്ന് അവനോട് സോറി ഷൻ ഞാൻ നിന്നെ കുറെ വേദനിപ്പിച്ച്. ഏതിന് അവൾ പറയുമ്പോൾ അവനും ഓ നീയൊന്നും സോറി അയക്കേണ്ട ആവശ്യമില്ല, കാരണം നിനക്ക് എന്നോട് കടപ്പാടൊന്നും ഇല്ല. ഏതിന് അവര് സംസാരിച്ചിട്ട് കടന്നുറങ്ങും. അതിനുശേഷം അടുത്ത ദിവസം ഇവർ ഡാൻസ് കോമ്പറ്റീഷൻ തുടങ്ങുമ്പോഴാണ് അടുത്തായിട്ട് ചിന്നായിരിക്കും ഡാൻസ് കളിക്കാൻ പോകുന്നത്. പക്ഷെ അവൾ സ്റ്റേജിൽ കയറുന്ന അതേ സമയം ഇവളുടെ പാട്ടാണ് പ്ലേ ആവത്തില്ല, കാരണം അവിടെ എന്ത് പ്രശ്നം പറ്റി. അതുകൊണ്ട് ഇവള് മൊത്തത്തിൽ പേടിച്ചിരിക്കുമ്പം പെട്ടെന്ന് അവിടെ ആരാണ്ട് പിയാനോ വഴി ടൂൺ ഇട്ടോണ്ടിരിക്കും. അങ്ങനെ ഈ സൗണ്ട് കേട്ട് അവൾ ഇവിടെ ഡാൻസ് കളിക്കാൻ തുടങ്ങുമ്പോഴാണ്
അവിടെ നിന്ന് മ്യൂസിക് അടിക്കുന്ന ഷെന്നായിരിക്കും. അങ്ങനെ ഇതിനു മുമ്പ് കൊച്ചില് ഇവളെ ഡാൻസിലേക്ക് പിയാനോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവന്റെ സഹായത്തോട് ഇവളിപ്പോൾ അവളുടെ ചേച്ചിക്ക് വരാം ഈ ഡാൻസ് കോമ്പറ്റീഷൻ നല്ലോണം ഡാൻസ് കളിച്ച് അവളുടെ പെർഫോമൻസ് ചെയ്യും. അതിനുശേഷം അവൾ അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഇവൾക്ക് വേണ്ടി ഷെന്നും പുറത്ത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. എന്തൊരു നിനക്ക് നിന്റെ റിസൾട്ട് ഒന്നും അറിയണ്ടേ, ഞാനിപ്പോ വീട്ടിൽ പോകാൻ തോന്നല്ലേ എന്നിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും ഇവിടെ വന്നേക്കുന്നതെല്ലാം എന്നെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഡാൻസറാ. കൂടാതെ ഞാനിവിടെ വന്ന് ഫസ്റ്റ് വാങ്ങിക്കാനൊന്നല്ല, എന്റെ ചേച്ചിക്ക് വരാം ഞാൻ ഡാൻസ് കളിക്കാൻ വേണ്ടിയാ എന്നിന് അവളും പറയുമ്പോഴാണ് ഇത് കേട്ട അവനും എങ്കിൽ പിന്നെ ചിന്നു ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇപ്പൊ നിന്നോട് തിരിച്ച് ആ കടപ്പാട് ചോദിക്കാൻ പോവാ. ഞാൻ ഫ്രാൻസിലേക്ക് പോകാനുള്ള സമയം പെട്ടെന്ന് വരും. അതുകൊണ്ട് അതിനു മുമ്പേ നമ്മൾ തമ്മിലുള്ള ബാഡ് മെമ്മറീസ് ഒക്കെ മാറ്റി സന്തോഷമായിട്ടിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നീ എന്റെ കൂടെ കറങ്ങാൻ വരണം എന്നിന് അവനും അവളെയും വിളിച്ചോണ്ട് പുറത്തുനിന്ന് വെച്ച് കറങ്ങാൻ വേണ്ടി പോകും.我都想陪你把每个深夜点亮，虽然只是在交错的时空相互凝望，可都随时间泛黄，只能对照片彷徨。时间从来不退让，只能在回忆躲藏。千万遍穿越时间的缝隙，我只是为了再次遇见你。我该如何解开命运的谜？我不要再失去你。我们迷失在时光的缝隙，注定会被遗忘在时空里。无所谓，我背面藏在一起，只要能还回你。അങ്ങനെ എല്ലാ സ്ഥലത്തും കറങ്ങിയിട്ട് അവസാനം ഇവർ സൺസെറ്റ് കാണാൻ വേണ്ടി അടുത്തുള്ള ഒരു ലൈറ്റ് ടവറിൽ ചെല്ലുമ്പോഴാണ് ഇവൻ അവൾക്ക് വേണ്ടി സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് ഇവളുടെ കണ്ണടയ്ക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവനും അവന്റെ ബാഗിൽ നിന്ന് ഒരു കേക്ക് എടുക്കുന്നത്. കാരണം ഇന്ന് ഇവളുടെ ബർത്ത്ഡേ ആണ്. അതറിഞ്ഞിട്ടാണ് അവൻ ഇവളെ കറങ്ങാൻ വിളിച്ചത്. അതിനുശേഷം അവൾ സന്തോഷത്തി ഇതങ്ങനെ ഇവൻ അറിഞ്ഞെന്ന് പറഞ്ഞിട്ട് അവളൊരു 3 ആഗ്രഹം മനസ്സിൽ വിചാരിക്കും. അങ്ങനെ അവൻ അത് എന്തൊക്കെയാന്ന് ചോദിക്കുമ്പം ഇവൾ ആദ്യത്തെ 2 ആഗ്രഹം പറയും. ഒന്നാമത് ഇവൾ പഠിച്ച് നല്ലോണം പാസ്സാവുന്ന, രണ്ടാമത് ഇവളുടെ ഫാമിലി അസുഖമൊന്നുമില്ലാതെ സന്തോഷത്തിൽ ജീവിക്കണമെന്ന്. പക്ഷെ 3ാമത് മാത്രം ഇവനോട് പറയത്തില്ല. അതിനുശേഷം അവനും എങ്കിൽ പിന്നെ നമ്മുടെ ഫ്യൂച്ചറിന് ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞ് ഇവരുടെ സന്തോഷത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ രാവിലെ വരെ ഇവർ ആ സ്ഥലത്ത് തന്നെ ഇരിക്കുമ്പോഴാണ് ചിന്നിയും പെട്ടെന്ന് അവനോട് പറയും ഷൻ നമ്മുടെ ലൈഫിന് കുറെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് നമ്മൾ വളരും തോറും നമ്മൾ തമ്മിൽ ഇപ്പൊ കറങ്ങിയ സംഭവങ്ങളൊക്കെ നമ്മളറിയാതെ തന്നെ മാഞ്ഞു. എന്നിന് ഇവൾ അവനെ വേദനിപ്പിക്കുന്ന പോലെ ഓരോ കാര്യങ്ങളും പറയുമ്പം ഇവനാണ് പെട്ടെന്ന് അവളുടെ കൈ കയറി കടിച്ചിട്ട് നിനക്ക് ഓർമ്മയുണ്ടോ നീ എന്നെ ആദ്യം കടിച്ച്, അങ്ങനെ അതിന് പകരം ഞാനിപ്പോ നിന്നെ തിരിച്ചടിച്ച്. ഇതോടെ നമ്മൾ തമ്മിൽ ഇപ്പൊ ഈക്വലായി. ഇനിയിപ്പോ നിന്റെ ആഗ്രഹം അനുസരിച്ച് നമ്മൾ തമ്മിലുള്ള മെമ്മറീസും ഞാൻ ഇനി തൊട്ട് മറക്കാൻ ശ്രമിക്കാം. ബെസ്റ്റ് ഓഫ് ലക്ക്. നീ ആഗ്രഹിച്ച പോലെ തന്നെ നിന്നെ കോളേജ് അഡ്മിഷൻ കിട്ടണം. ഞാനിപ്പോ ഇവിടെ നിന്ന് പോവാ. ഇതിന് അവസാനമായിട്ട് അവൾക്ക് ബായ് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം അവനിനെ കാണാൻ സാധിക്കത്തില്ലെന്നുള്ള വിഷമം അവൾക്ക് ഇപ്പോഴും കാണും. എന്നാലും അവളുടെ ജീവിതം ഇനി മുമ്പോട്ട് പോകണമെന്ന് പറഞ്ഞ് അവളും തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവളുടെ വീട്ടിന്റെ അടുത്തുള്ള എല്ലാവരും കൂടെ ഇവളുടെ കട എന്തോ ഭക്ഷണം നടക്കുമെന്ന് പറഞ്ഞ് ഇവളെ ചെന്ന് നോക്കാൻ വേണ്ടി പറയും. അങ്ങനെ അതോടെ അവൾ അപ്പം തന്നെ കടയിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവിടെ ഗാങ്സ്റ്ററും ഇവളുടെ ഫാമിലിയായിട്ട് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവളുടെ അമ്മയും നിങ്ങളെന്തിനാ വീണ്ടും വീണ്ടും ഇവിടെ നിന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നത്, നിങ്ങൾക്ക് എന്തോ വേണ്ട എന്നിന് അമ്മയും ചോദിക്കുമ്പം ഇത് കേട്ട് ഗാങ്സ്റ്റർ ആണ് എന്റെ അമ്മായിമ്മേ നിങ്ങൾ എന്നെ കണ്ട് പേടിക്കണ്ട, ഞാൻ മുമ്പ് വന്ന് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായി കാണും, പക്ഷെ ഇപ്പൊ അങ്ങനല്ല, ഞാൻ നല്ല പയ്യനായി. ഇന്ന് ഇവിടേക്ക് വന്നത് ഒരു ഗുഡ് ന്യൂസ് ആയിട്ടാ. ഞാൻ ചിന്നുവിനെ ഇപ്പൊ പ്രൊപ്പോസ് ചെയ്യാൻ പോവാ. എന്നിന് ഗാങ്സ്റ്ററും ഭക്ഷണം ഉണ്ടാക്കുമ്പം അവിടേക്ക് വന്ന് ചിന്നു ആണ് അതൊരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ശബ്ദം ഉണ്ടാക്കും. അതിനുശേഷം ഇവളുടെ പാരന്റ്സും അവളെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോഴാണ് ഈ ഗാങ്സ്റ്റേഴ്സ് ആണ് അവരായിട്ട് ഭക്ഷണം ഉണ്ടാക്കും. ചിന്നു മോളെ എനിക്ക് നിന്നെ കുറെ ഇഷ്ടമാണ്. അതുകൊണ്ട് ചേട്ടൻ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ നിന്നെ കാണാൻ വന്ന് ഒരു ഷിപ്പ് നീ എന്റെ കൂടെ വന്നില്ലെങ്കിൽ നിന്റെ അനിയന്റെ അകത്ത് ഞാൻ ചൂടുള്ളൊരു തൊഴിക്കും. ഏതിന് അവന് ഭീഷണിപ്പെടുത്തുമ്പോൾ നാട്ടുകാരൊക്കെ ചുമ്മാ പുറത്ത് നോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് അച്ഛനും ഗ്യാസുമായിട്ട് അവിടേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോയില്ല, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മരിക്കാന്ന് പറഞ്ഞ് ലൈറ്ററായിട്ട് അവിടേക്ക് നിൽക്കും. ഇത് കണ്ട് അവന്മാരാണ് മൊത്തത്തിൽ പേടിച്ചു പോയി ഇവനെന്തോ വട്ടാണെന്ന് പറഞ്ഞിട്ട് അവരൊക്കെ അവിടെ നിന്ന് മുങ്ങും. അതിനുശേഷം ഇതൊക്കെ കണ്ട് സഹിക്കാൻ പറ്റാതെ ചിന്നയുടെ അമ്മയും അവിടെ തന്നെ ബോധം കിട്ടിയിരുന്നു. അങ്ങനെ അന്ന് രാത്രി അമ്മ ഇവരോടൊന്നും പറയാതെ വീടിന്റെ മുകളിൽ നിൽക്കുമ്പോഴാണ് ഇത് കാണുന്ന ചിന്നയും ഇവളുടെ അമ്മയ്ക്ക് എന്തോ എന്ന് പറഞ്ഞ് അവൾ അടുത്തേക്കും ചോദിക്കും. അപ്പോഴാണ് അവരും കരഞ്ഞോണ്ട്
ഒന്നും പറയാതെ അവിടെ ചെന്നിരിക്കും. ഇത് കണ്ട് ചിന്നിയും പേടിച്ചിട്ട് അമ്മ നിങ്ങളെന്തൊന്നും സംസാരിക്കാത്ത, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ എന്നോട് പറ, നിങ്ങൾ എന്തിനാ പാതിരാത്രിക്ക് ആരോടും പറയാതെ ഇവിടെ വന്നിരിക്കുന്നത്. അതിന് അവളും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് അമ്മയാണ് വിഷമിച്ച് ചിന്നു നീ ഇപ്പൊ കുറെ വളർന്ന്, നീ നിന്റെ ചേച്ചിയെ പോലെ ഒന്നല്ല, അവളോട് ആരെങ്കിലും നല്ല രീതിക്ക് ബിഹേവ് ചെയ്താൽ അവൾ അപ്പൊ തന്നെ അവരെ വിശ്വസിച്ചു. പക്ഷെ മോൾ ഇവിടെ വന്നതിന് ശേഷം പഠിത്തത്തിൽ മാർക്ക് കുറയാതെ നീ നല്ലോണം പഠിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് എന്നും ഞാൻ നിന്നെ വഴക്കുറയേണ്ടി വരുന്നു, ഇതെല്ലാം എന്റെ തെറ്റാ. എന്നിന് അമ്മയും പറഞ്ഞ കരയുമ്പം ഇത് കേട്ട് അവളാണ് അമ്മ എനിക്ക് വഴക്കുറയുന്ന വിഷമൊന്നായില്ലെന്ന് പറഞ്ഞ് അവരെ സമാനപ്പെടുത്താൻ നോക്കും. അപ്പോഴാണ് അമ്മയും പൊട്ടിക്കരഞ്ഞോണ്ട് മരിച്ചതിന് ശേഷം നിന്റെ ചേച്ചി ഈ നാട്ടുകാരൊന്നും വെറുതെ വിടില്ലെന്ന് പറഞ്ഞ് അവളെ ഓർത്ത് കരഞ്ഞോണ്ടിരിക്കും. അങ്ങനെ അവളെല്ലാം തെറ്റ് ചെയ്തിട്ടുണ്ട്, ആ കുറ്റങ്ങളൊക്കെ പേരൻസായ ഞങ്ങൾ വേണം പറയാന്ന് പറഞ്ഞ് അവരും ശൗബുവിനെ കൂടെ തന്നെ വെച്ച് വളർത്താത്തത് ഇപ്പൊ കുറ്റബോധമുണ്ടെന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് ഞാൻ നിനക്കൊരു നല്ല അമ്മയിലെന്ന് പറഞ്ഞ് അവര് വിഷമിക്കുമ്പം ചിന്നി അങ്ങനെയൊന്നും സംസാരിക്കില്ല അമ്മയെന്ന് പറഞ്ഞ് ഇവളുടെ അമ്മയെ ആശ്വാസപ്പെടുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ ജോലിയെ കിട്ടിയതിനു ശേഷം നമുക്ക് എല്ലാവർക്കും ഫാമിലിയായിട്ട് ഒരുമിച്ച് സന്തോഷിച്ച് ജീവിക്കാന്ന് അവളുടെ അമ്മ ആഗ്രഹിച്ച ജീവിതം അവർക്ക് തരാന്ന് പറയും. അതിനുശേഷം ഇവളുടെ അമ്മയുടെ അവസ്ഥയെക്കുറിച്ച് ഡോക്ടറിനോട് ചെന്ന് പറയുമ്പോഴാണ് അവരാണ് പേഷ്യന്റ് നേരിട്ട് കൊണ്ടുവന്നാല് അവരെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ എന്നറിയും. കൂടാതെ ഇവള് പറഞ്ഞ പോലെ കേൾക്കുവാണ് ഇന്നലെ പാതിരാത്രിക്ക് ഇവരെന്നറിയാതെ അവിടെ നിൽക്കുവാണ്, മിക്കവാറും സൂസൈഡ് അറ്റംപ്റ്റ് ആയിരിക്കും എന്നറിഞ്ഞ് അവരെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വരാൻ പറയും. അങ്ങനെ ഇത് കേട്ടതോടെ ചിന്നുവാണ് ഇവിടെ മൊത്തത്തിൽ വിഷമിച്ചു പോകും. അതിനുശേഷം ഇവൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പേ അച്ഛനും പേടിച്ചുറച്ച് ആ ഗാങ്സ്റ്റർ എല്ലാം ഉണ്ടാന്ന് നോക്കിക്കൊണ്ട് ഇവളെ കൊണ്ട് സ്കൂളിലാക്കും. അപ്പോഴാണ് അതേസമയം ഇവിടെ സ്കൂളിൽ ഷെന്നും ബാസ്കറ്റ് ബോൾ കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടെ കുറെ പയ്യന്മാര് ഇന്നലെ ഗാങ്സ്റ്റർ വീണ്ടും ചിന്നയുടെ കടയിൽ പ്രശ്നം ഉണ്ടാക്കിയെന്ന് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇതേക്കുന്ന ഷെന്നാണ് അവന് നല്ല ദേഷ്യമാകും. അതിനുശേഷം ക്ലാസ്സും കഴിഞ്ഞ് ഇവള് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നോക്കുമ്പോൾ ആ ഗാങ്സ്റ്റർ വീണ്ടും അവളുടെ പുറകെ ഒന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. പക്ഷെ ഇവളാണെ കണ്ടിട്ടും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ ഇവനും പുറകെ ഒന്ന് അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. എന്തോ അടി നിന്റെ ചേച്ചിയുടെ അത്ര മൈൻഡ് പോലും കാണിക്കുന്നില്ലല്ലേ, നിന്റെ ചേച്ചി അങ്ങനെ എത്രയ്ക്ക് ഫേമസ് ആയെന്നറിയോ, അത് ഞാൻ കാരണം ഒരു ദിവസം ഞാൻ അറിഞ്ഞായിരുന്നു നിന്റെ ചേച്ചിക്ക് എയ്ഡ്സ് ആണെന്ന്, പിന്നെ ഞാൻ നെറ്റ് ഫുള്ള് അപ്ലോഡ് ചെയ്ത് അവളെ ഫേമസ് ആക്കി എന്നിന് ഇവനും പറഞ്ഞ ഉടനെ ചിന്നുവാണ് ഇത് കേട്ട് ഷോക്കായി പോകും. കാരണം ഓൺലൈനിൽ ആദ്യം ഇട്ടത് ആരാന്നറിയാൻ വേണ്ടിയാ ഇവള് കാത്തിരുന്ന്. പക്ഷെ ഇവൻ തന്നെ ഇപ്പം തുറന്നറിഞ്ഞ് ഇവൻ ആ കാര്യം ചെയ്തേന്ന്. ഇതോടെ അവളാണ് ദേഷ്യത്തി നീ കാരണോടെ എന്റെ ചേച്ചി മരിച്ചെന്ന് പറഞ്ഞ് അവനിട്ട് ഒരു അടിയാൻ കൊടുക്കും. ഇതോടെ അവനും മൊത്തം ഷോക്കായി പോകുമ്പം ഇവൾ അവൻ അടിച്ചോണ്ട് നീ അങ്ങനെ ഓൺലൈൻ ഇട്ടതുകൊണ്ടാടാ എന്റെ ചേച്ചി കണ്ട് സഹിക്കാൻ പറ്റാതെ മരിച്ചോ എന്ന് ആ ഗാങ്സ്റ്ററിനെ പറഞ്ഞ് മനസ്സിലാക്കും അവൾ സൂസൈഡ് അറിഞ്ഞ മരിച്ചോ എന്ന്. അങ്ങനെ അതിനുശേഷം ഷെന്നിന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്ന് ഇവിടെ തടഞ്ഞു നിർത്തുമ്പം ഇവിടെ ഗാങ്സ്റ്റർ അത് കേട്ട് മൊത്തം ഷോക്കായിട്ട് ഞാൻ കാരണമാണ് അവള് മരിച്ചെന്ന് അറിഞ്ഞ് അവനും കുറച്ച് കുറ്റബോധമാകും. അതുകൊണ്ട് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ ഷെന്നാണ് അവന്റെ കൂട്ടുകാരന്മാരെ അവളെ സഹായിക്കാൻ വേണ്ടി പറഞ്ഞയച്ചത്. കാരണം അവൾക്ക് ഇനി തൊട്ട് ഇവനെ കാണാൻ ആഗ്രഹില്ലാത്തോണ്ട്. അതിനുശേഷം അവനും ഇവന്മാര് പറഞ്ഞൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് അവളുടെ ചേച്ചിയുടെ മരണത്തിന് ആ ഗാങ്സ്റ്റർ കാരണമെന്ന് മനസ്സിലാവും. അതുകൊണ്ട് അവനും കുറച്ച് ദേഷ്യത്തെ ആലോചിച്ചോണ്ടിരിക്കുമ്പോൾ ഇവന്റെ കൂട്ടുകാരന്മാരും നീ അവളുടെ കാര്യം ഒന്നും മൈൻഡിൽ കയറ്റാതെ ഫ്രഞ്ച് പഠിച്ച് ഫ്രാൻസിൽ പോകാൻ നോക്കണമെന്ന് പറഞ്ഞ് അവനെ സമാനപ്പെടുത്താൻ നോക്കും. പക്ഷെ ഇവനാണ് ഇനി ആ ഗാങ്സ്റ്റർ കാരണം അവൾക്കെല്ലാം പ്രശ്നം വരുമെന്ന് വിചാരിച്ച് അന്ന് രാത്രി തന്നെ അവന്മാരുടെ കാര്യം തീർക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യും. അപ്പോഴാണ് അവൻ അവസാനമായിട്ട് ചിന്നോട് വീട് വരെ വന്നിട്ട് പോകുന്നത്. അങ്ങനെ ഇവള് സമാധാനിച്ച് ജീവിക്കണമെങ്കിൽ ആ ഗാങ്സ്റ്റർ ഇവളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയണമെന്ന് പറഞ്ഞ് അവനപ്പം തന്നെ ആ ഗാങ്സ്റ്ററിനെ കാണാൻ വേണ്ടി പോകും. ആ തോൽവി നിന്നെ ഏതിന് ഷെന്ന അവിടെ നിന്ന് വിളിക്കുമ്പം ഇത് കേട്ട ആ ഗാങ്സ്റ്റർ ആണ് ഹോ നിനക്ക് എത്ര ധൈര്യമാടാ എന്നെ നോക്കി ധൈര്യത്തിൽ തോൽവി എന്ന് വിളിക്കുന്നു എന്നിന് ഇവന്മാര് അവനെ നോക്കി ദേഷ്യപ്പെടും. അതിനുശേഷം അടുത്ത ദിവസം ഇവിടെ ഷെന്നാണ് ഇനി തൊട്ട് സ്കൂളിലേക്ക് വരുത്തതെന്ന് അറിഞ്ഞ ഉടനെ പിള്ളേരെല്ലാം ഒരു ബായ് പോലും പറയാതെ അവൻ ഇവിടുന്ന് പോയെന്ന് പറഞ്ഞ് അവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. അതേസമയം ഇതെല്ലാം കേട്ട് ചിന്നിയും കുറച്ച് വിഷമിച്ചിട്ട് അവളും ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് അവളുടെ അച്ഛനോട് വീട്ടിലേക്ക് പോകുമ്പോഴാണ് അവളുടെ അച്ഛനെ സന്തോഷത്തി ആ ഗാങ്സ്റ്റർ ആരാണ്ടൊക്കെ അടിച്ചിട്ട് അവനിപ്പോ ആശുപത്രി കിടക്കാന്ന് പറയും. അതുകൊണ്ട് ഇനി അവൻ കാരണം പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ് അവളെ സമാനപ്പെടുത്തും. കാരണം ഇവളുടെ മെയിൻ എക്സാം വരാൻ പോവാ. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഇവരെന്തായാലും ഇവിടെ സ്ഥലം വിടും. അതുവരെ എന്തായാലും ഹോസ്പിറ്റലിൽ തന്നെ കിടക്കട്ടെ എന്ന് ഇവര് സംസാരിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ അവള് വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവളുടെ അമ്മയാണ് ഗുളികയൊക്കെ ഇങ്ങനെ കൈ വെച്ചോണ്ടിരിക്കും. ഇത് കണ്ട് അവള് പേടിച്ച് അടുത്തേക്ക് ചെന്നിട്ട് അമ്മ ഇതിനകത്ത് നിങ്ങൾ എത്ര ഗുളിക എടുത്ത് കഴിച്ച്, ഇതൊക്കെ അങ്ങനെ ഒത്തിരി കഴിച്ചോളാ. ഏതിന് ഇവള് പറയുമ്പോഴാണ് അമ്മയും ചിന്നു എനിക്ക് ഉറക്കം വരുന്നില്ല, അതുകൊണ്ട് ഇത് ഞാൻ ഒരു 3 ഗുളിക എടുത്ത് കഴിച്ച്. എന്നിന് അമ്മയും പറയുമ്പം ഇവൾ അമ്മയോട് സംസാരിച്ചോണ്ട് അവരെ കടന്നുറങ്ങാൻ വേണ്ടി പറയും. അതിനുശേഷം അവളും ഞാൻ അമ്മയോട് ഇനി സത്യങ്ങളൊന്നും മറച്ചു വയ്ക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് അവളന്ന് ട്രിപ്പിന് പോയത് സെമിനാറിന് വേണ്ടിയല്ല ഡാൻസ് കളിക്കാൻ വേണ്ടിയാന്ന് പറയും. അങ്ങനെ ഇത് കേട്ട് അമ്മയൊന്നും പറയാതെ മോൾ എന്നോട് പറയാൻ പേടിച്ച് എന്റെ തെറ്റാന്ന് പറഞ്ഞ് അവര് സമാനപ്പെടുത്തും. അപ്പോഴാണ് ചിന്നിയും അമ്മ നിങ്ങളോർത്ത് പേടിച്ചിട്ടാ ഞാൻ ഈ സത്യമൊന്നും പറയാത്ത, പക്ഷെ എനിക്കിപ്പോഴാ മനസ്സിലായ ഈ ലോകത്ത് എന്നെ കൂടുതൽ സ്നേഹിക്കുന്ന നിങ്ങളുടെ അച്ഛനും കൂടെ, അതുകൊണ്ട് ഇനി തൊട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറയും. എന്നിന് അവളും പറയുമ്പം ഇവളുടെ അമ്മ അതും കേട്ട് കരഞ്ഞോണ്ടിരിക്കും. കൂടാതെ ഇവളുടെ അമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട്. ഒരു ചേച്ചിയുടെ മരണം കാരണം അമ്മയ്ക്ക് ആ സങ്കടം ഒന്നും പോയില്ലെന്ന് പറഞ്ഞ് ഇവരെ ആശുപത്രിയിലേക്ക് വിളിക്കും. അപ്പോഴാണ് അമ്മയും അതൊന്നും കുഴപ്പമില്ല ഇവർക്ക് ക്ഷീണം കാരണം ഉറക്കം വരാത്തെന്ന് പറഞ്ഞ് അവർ വരുന്നില്ലെന്ന് ഓരോ റീസൺ പറയുമ്പം ഇവളെങ്കിൽ പിന്നെ പരീക്ഷ കഴിഞ്ഞിട്ട് അമ്മ എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞ് അവരെ സത്യം ചെയ്യാൻ പറയുമ്പം അമ്മയും പരീക്ഷ കഴിഞ്ഞിട്ട് വരാമെന്ന് പറയും.
അങ്ങനെ അതേസമയം ഇവിടെ കടയിൽ ഇവളുടെ കസിനാണ് വേറെ എന്തോ കുറച്ച് കോഴ്സ് പഠിക്കാൻ വേണ്ടി അവർ ദേശീയ ഗ്രാമത്തിലേക്ക് പോവുക. അതുകൊണ്ട് അച്ഛനും അനിയനും കൂടെ ഇവരുടെ ശമ്പളമെല്ലാം കൊടുത്തിട്ട് ഇവരെ സൂക്ഷിച്ച് വീട്ടിലേക്ക് ചെല്ലാൻ വേണ്ടി പറയും. കൂടാതെ ഇവിടെ നിന്ന് സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ടും ഇവരെ സഹായിച്ചതിന് താങ്ക്സും പറയും. അപ്പിനാണ് കസിനും എങ്കിൽ പിന്നെ എനിക്ക് പോകാൻ സമയം എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങും. അതിനെ ശിവരും കടയെ ക്ലോസ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ആ സമയത്ത് ഷെൻ അവിടെ കഴിക്കാൻ വേണ്ടി വരും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ഇവർ അവസാന ദിവസം സ്കൂളിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ക്ലാസ് ഒരുമിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. കാരണം നാളെയാണ് ഇവരുടെ എൻട്രൻസ് എക്സാം. അങ്ങനെ എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ പാരന്റ്സ് എല്ലാവരും കൂടെ അവരുടെ പിള്ളേർക്ക് വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അവസാനം പരീക്ഷയെല്ലാം കഴിഞ്ഞ് ഇവരും തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് ഇവിടെ ചിന്ന അവളുടെ പാരന്റ്സിന് പകരം അവൾ ഇന്ന് പാചകം ചെയ്യും. അങ്ങനെ അച്ഛനമ്മ ഇത് കഴിച്ചു നോക്കിയിട്ട് ഈ ഫുഡ് ഭയങ്കര ടേസ്റ്റാന്ന് പറയുമ്പോൾ അനിയനും പെട്ടെന്ന് ഇതൊന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ സത്യം പറയും. ഇതോടെ ചിന്നയും ദേഷ്യപ്പെടുമ്പോഴാണ് അനിയന് ഇവള് പാചകം പഠിക്കാൻ ഇനി 2-3 മാസം എടുക്കുമെന്ന് പറയും. അപ്പോഴാണ് അവളും എന്തായാലും അമ്മ അച്ഛൻ റെസ്റ്റ് എടുക്കട്ട് ഇനി തൊട്ട് എന്റെ പാചകം കഴിച്ചാൽ അറിഞ്ഞ് അവള് സംസാരിച്ചോണ്ടിരിക്കും. അങ്ങനെ കുറച്ചു മാസം കഴിഞ്ഞ് ചിന്നുവിന് കോളേജിലുള്ള അഡ്മിഷൻ കിട്ടുമ്പോൾ ഇവളുടെ അച്ഛന് ഭയങ്കര സന്തോഷത്തി എന്റെ മോൾക്ക് അഡ്മിഷൻ കിട്ടിയെന്ന് പറഞ്ഞ് എല്ലാവരോടും പറഞ്ഞൊരു വീട്ടിലേക്ക് ചെല്ലും. അങ്ങനെ അതിനുശേഷം അവൾ സന്തോഷത്തി അവളുടെ അമ്മയായിട്ട് പുറത്ത് ഷോപ്പിങ്ങിന് ചെല്ലുമ്പോഴാണ് ഇവളുടെ അമ്മയും ആദ്യമായിട്ട് ഒരു മാളിലൊക്കെ വരുന്നതെന്ന് പറഞ്ഞ് കുറച്ച് ഷൈ ആയിട്ട് വന്നോണ്ടിരിക്കും. അപ്പോഴാണ് അവളും എങ്കിൽ പിന്നെ വന്ന സ്ഥിതിക്ക് ലിപ്സ്റ്റിക് ഒക്കെ വാങ്ങിക്കാന്ന് പറഞ്ഞ് ഇവരും കടയിലേക്ക് ചെല്ലുമ്പോൾ അവളുടെ അമ്മയ്ക്ക് ഒരെണ്ണം വാങ്ങിച്ചു കൊടുക്കും. അപ്പോഴാണ് അമ്മയും കുറച്ച് ഷൈയായി ഇതൊക്കെ നിന്റെ പ്രായത്തിലുള്ള പെമ്പിളരിടുന്ന നീ എന്തിനാടി എന്നെ എടുപ്പിച്ചെന്ന് പറഞ്ഞ് അമ്മ അവളോട് വയ്ക്കും. അപ്പോഴാണ് അവളും അങ്ങനെ ലിപ്സ്റ്റിക് യൂസ് ചെയ്യാനൊന്നും പ്രായമില്ലെന്ന് പറഞ്ഞ് അവളുടെ അമ്മയെ സമാനപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇതെല്ലാം കണ്ടിട്ട് അമ്മയും മോളെ ചിന്നു നീ സ്കൂളിൽ പഠിക്കുമ്പോൾ അമ്മ നിന്നോട് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നീ കോളേജിലേക്ക് പോകുമ്പോൾ അതുകൊണ്ട് അവിടെ നീ കുറെ ഫ്രണ്ട്സിനെ ഒപ്പിച്ച് നീ സന്തോഷമായിട്ടി. കാരണം ഇപ്പൊ നീ വളർന്ന് നിനക്ക് ശരിയേതാ തെറ്റാന്ന് ഇപ്പൊ മനസ്സിലാവും. എന്നാൽ അമ്മയെ അവളെ വിളിച്ചോണ്ട് വീട്ടിലേക്ക് ചെല്ലും. അങ്ങനെ അതിനുശേഷം ഇവളും ഫ്രണ്ട്സുമായിട്ടൊക്കെ പുറത്ത് കറങ്ങാൻ പോകുമ്പോഴാണ് അവരെല്ലാരും കൂടെ എവിടേക്ക് അഡ്മിഷൻ കിട്ടിയെന്ന് പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് ഷെന്ന് ഫ്രാൻസിൽ പോയെന്ന് പറഞ്ഞ് അവരൊക്കെ ചോദിക്കുമ്പോൾ ഇത് കേട്ട് അവന്റെ കൂട്ടുകാരന്മാരും പെട്ടെന്ന് അങ്ങ് സൈലന്റ് ആകും. അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് അന്ന് അവൻ ചിന്നിയോടെ സേഫ്റ്റിക്ക് വേണ്ടി ആ ഗാങ്സ്റ്ററായിട്ട് പ്രശ്നം ഉണ്ടായി കാണും. അപ്പോഴാണ് അവന്മാരും ദേഷ്യത്തി എന്നെയാണോടെ തോൽവിയെന്ന് വിളിച്ചെന്ന് പറഞ്ഞ് അവന്മാരെല്ലാം ഷെന്നിട്ട് അടിക്കും. അങ്ങനെ അവന്മാർ അടി തുടങ്ങിയ ശേഷം അവസാനം ഷെന്നും തിരിച്ചടിക്കുമ്പോഴാണ് ആ ഗാങ്സ്റ്റർ ഒരു കത്തിയായിട്ട് ഷെന്നിനെ കുത്തി കൊല്ലാൻ വേണ്ടി വരും. അപ്പോഴാണ് അവനും കഷ്ടപ്പെട്ട് അടുത്തുള്ള ഒരു കല്ലെടുത്ത് ആ ഗാങ്സ്റ്ററിനെ അടിച്ച് പൊട്ടിക്കും. അതിനുശേഷം ഇത് പോലീസ് കേസായി ആ ഗാങ്സ്റ്ററിനെ അവന്റെ ആൾക്കാരെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് പോകും. കൂടാതെ ഷെൻ ആദ്യം അടി ഉണ്ടാക്കത്തുണ്ട് സെൽഫ് ഡിഫൻസ് കാരണം അടിയോടിയെന്ന് പറഞ്ഞ് അവനെ കോടതിയിൽ നിന്ന് പറഞ്ഞയക്കും. അങ്ങനെ ആ ഫ്രാൻസിൽ പോകുന്നതിന് മുമ്പ് ചിന്നിന് വേണ്ടി ഈ കാര്യമൊക്കെ ചെയ്തെന്ന് ഇപ്പൊ ഇവന്മാര് പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണ് ചിന്നു ഇപ്പോഴാണ് ഈ കാര്യം അറിയാൻ വരുന്നത്. അതറിഞ്ഞ് അവൾ അപ്പൊ തന്നെ വിഷമത്തി അവൻ എപ്പോഴും പോകുന്ന മരത്തിന്റെ അവിടെ ചെല്ലുമ്പോഴാണ് അവന്റെ വീട്ടിൽ തൂക്കിയിട്ടേക്കുന്ന ആ സൗണ്ട് കേൾക്കുന്ന സാധനം അവിടെ കാണും. അങ്ങനെ അത് കണ്ടിട്ട് അവളും ഇവളായിട്ട് അവസാനം സംസാരിച്ച ഇവളെ കുറിച്ചുള്ള ഓർമ്മയെല്ലാം മറക്കുമെന്ന് പറഞ്ഞേക്ക് ആലോചിച്ച് ഇവളും വിഷമിച്ചിട്ട് പറയും സത്യത്തി ഞാനന്ന് പറഞ്ഞ് തിരിച്ചെടുക്കാൻ പോവാ. കാരണം നീ എന്നെ മറക്കുമെന്ന് പറഞ്ഞിട്ട് എന്നെ സഹായിച്ച് അതേപോലെ ഞാനും നിന്നെ കുറിച്ചുള്ള ഓർമ്മകളൊന്നും മറക്കാൻ പോകുന്നില്ല. എന്നിട്ട് അവൾ അവിടെ തന്നെ ഇരുന്ന് അവനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം ചിന്നിയുടെ ഫാമിലി ഇവിടുന്ന് സ്ഥലം മാറിന് മുമ്പേ തന്നെ ചേച്ചി അടക്കിയ സ്ഥലത്തേക്ക് ചെല്ലും. അതിനുശേഷം ഇവരും ഇതുവരെ നടന്ന കാര്യങ്ങളൊക്കെ അവളോട് ഷെയർ ചെയ്തിട്ട് ഇപ്പൊ ചിന്നിയും കോളേജിലേക്ക് പോകാൻ പോകുന്ന കാര്യമൊക്കെ പറയും. കൂടാതെ അവളും കോളേജിലേക്ക് പോകുന്ന സമയം കൊണ്ട് തന്നെ അമ്മയെ ആശുപത്രിയിലേക്ക് അഡ്മിറ്റ് ആകാൻ പോവുക. അങ്ങനെ ഇവരുടെ കടമെല്ലാം തീർന്ന് ഇപ്പൊ വീണ്ടും ജീവിതം പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുക. അങ്ങനെ അതിനെക്കുറിച്ചെല്ലാം സംസാരിച്ചിട്ട് ഇവർ വീട് മാറുള്ള എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അടുത്ത ദിവസം തന്നെ ഇവർ ഇവിടെ സ്ഥലം മാറി പോകുമ്പോഴാണ് ചിന്നി അവളുടെ കോളേജിന്റെ ഹോസ്റ്റലിലേക്ക് ചെല്ലും. അപ്പോഴാണ് അവളൊരു പെങ്കൊച്ചിന്റെ ഫോട്ടോ ഒരുത്തിന് എടുത്തിട്ട് അവിടുന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി അവനോട് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ അവനാണ് അതിനെ സമ്മതിക്കത്തില്ല. അപ്പോഴാണ് ഇത് കാണുന്ന ചിഹ്നം മര്യാദയ്ക്ക് ഫോട്ടോ ഡിലീറ്റ് ചെയ്യടാന്ന് പറഞ്ഞ് അവനെ വഴക്കുറഞ്ഞ് അവസാനം ഫോട്ടോ ഡിലീറ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെ അതിനുശേഷം അവരായിട്ടൊക്കെ സംസാരിച്ചിട്ട് ഇവളും കോളേജിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവള് പഠിക്കുന്ന ഫിനാൻസ് ആണെങ്കിലും ഇവൾക്ക് താല്പര്യം അവളുടെ അമ്മയെ പോലെ വിഷമിച്ച് ചെയ്യുന്ന കുറെ ആൾക്കാരെ ട്രീറ്റ്മെന്റ് ചെയ്ത് മാറ്റുന്നതിലാണ് അവൾക്ക് താല്പര്യം. അങ്ങനെ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവൾ സൈക്കോളജിസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് പങ്കെടുക്കും. അങ്ങനെ ആ ക്ലാസ്സും കഴിഞ്ഞിട്ട് ഇവളുടെ അമ്മയുടെ കൂടെ ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോഴാണ് അവളുടെ അമ്മയും ക്ലാസ്സും കഴിഞ്ഞ് ഇവൾ ഇവിടേക്ക് വരുന്ന ബുദ്ധിമുട്ടല്ലെന്ന് അറിഞ്ഞ് അവളായിട്ട് സംസാരിച്ചോണ്ടിരിക്കും. പക്ഷെ അവളാണെങ്കിൽ അന്ന് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് കൂട്ടിനേരാന്ന് പറയുമ്പോൾ അവളുടെ അമ്മയും പെട്ടെന്ന് ഇവൾക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ ഇത് കണ്ട് അവൾ ഷോക്കാകുമ്പോഴാണ് അവളുടെ അമ്മയും പറയുന്നത് ഇവള് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ വാങ്ങിച്ചാലാത്ത കാര്യം ഇവളുടെ പഠിത്തത്തിനുള്ള കോൺസെൻട്രേഷൻ കുറയെന്ന് പറഞ്ഞ അതുകൊണ്ട് ഇപ്പൊ ഇവളുടെ ഈ ഫോൺ വെച്ചോന്ന് പറഞ്ഞിട്ട് ഇനി ഇവൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഹോസ്റ്റലിൽ നിന്ന് ഇവർ വിളിക്കാൻ വേണ്ടി പറയും. അങ്ങനെ അതിനു വേണ്ടിയാണ് ഇപ്പൊ വാങ്ങിച്ചു കൊടുത്തത്. അങ്ങനെ അതിനുശേഷം ഇവരുടെ പുതിയ വീട്ടിലേക്ക് ചെന്നിട്ട് എല്ലാവരും സന്തോഷത്തി നമ്മുടെ പുതിയ വീടിനും പുതിയ ജീവിതത്തിനും ചിയേഴ്സ് എന്ന് പറഞ്ഞ് വല്ല ഹാപ്പി ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇവർ ഇപ്പൊ പുതിയ വീട്ടിലെ ഫാമിലി ഫോട്ടോ കാണിക്കുമ്പോൾ അതിനകത്ത് ഇവർ എഡിറ്റ് ചെയ്ത് ശൗബയുടെ ഫോട്ടോ കൂടെ ആഡ് ചെയ്തേക്കും. കാരണം മുമ്പ് അവളുടെ ഫോട്ടോ കാണത്തില്ലായിരുന്നു. അങ്ങനെ അതിനുശേഷം പാത്രം കഴിയാൻ വേണ്ടി അനിയൻ അവളെ സഹായിക്കുമ്പോഴാണ് അവനൊരു കാര്യം പറയും ആ ഗാങ്സ്റ്ററിനെ 2 വർഷത്തേക്ക് ജയിലിലാക്കിയെന്ന്. കാരണം ഒന്ന് ഷെങ്ങിനായിട്ട് അടിയുണ്ടാക്കിയതും രണ്ടാമത് ചേച്ചിയുടെ അസുഖത്തിനെ കുറിച്ച് ഓൺലൈനിൽ സ്പ്രെഡ് ചെയ്ത് അവളെ ഇമോഷണലി ഡാമേജ് ആക്കിയതിനും. അങ്ങനെ അതും പറഞ്ഞ് ഇപ്പൊ അവരുടെ നീതി കിട്ടിയെന്ന് ഇവനും പറയുമ്പോൾ ഇവളും കുറച്ച് ആശ്വാസപ്പെടും. അപ്പോഴാണ് അവനും ചോദിക്കുന്നത് സത്യത്തി ഇവൾക്ക് ഷെന്നിന്റെ മേലെ പ്രശ്നം ഉണ്ടോന്ന്. കാരണം അന്നൊരു ദിവസം രാത്രി
രാത്രി അവൻ പെട്ടെന്ന് കടയിലേക്ക് വന്നിട്ട് ഇവരുടെ നിന്ന് നൂഡിൽസ് അവൻ ചോദിച്ച്. അങ്ങനെ ഇവൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണോ അതേ സെയിം ഫുഡ് അവൻ ഓർഡർ ചെയ്ത് കഴിച്ചിട്ട് അവൻ അവിടെ നിന്ന് പൊട്ടിക്കരയായിരുന്നു. അങ്ങനെ ഇവൻ അടുത്ത കഴിച്ചെന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പം അവന് എരി കാരണം കരയുന്നതെന്ന് പറഞ്ഞ് അവൻ അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് കരഞ്ഞോണ്ടിരിക്കും. അങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ട് അവനും എന്തായാലും എരി കാരണം അത്രയ്ക്കൊന്നും ശബ്ദത്തെ ആരും കരയത്തില്ലെന്ന് അനിയൻ ഇവളോട് എല്ലാ കാര്യം തുറന്നു പറയും. അങ്ങനെ ഇതൊക്കെ കേട്ട് അവൾക്ക് മനസ്സിലാവും ഇവള് കാരണം വിഷമിച്ച് കരയുന്നതെന്ന്. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം ചിന്നിയും ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവരുടെ സാറും ഐ ലവ് എന്ന് പറയുന്നത് കുറെ വെറൈറ്റി ആയിട്ടുള്ള റൈംസ് ഒക്കെ യൂസ് ചെയ്യുന്ന പറഞ്ഞ് അദ്ദേഹം കുറെ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അതിലൊരു എക്സാമ്പിൾ ചിന്നിന് പറയുമ്പം പിള്ളേരെല്ലാം ഇവൾക്ക് റൊമാൻസ് ഒന്നും അറിയത്തില്ലെന്ന് പറഞ്ഞ് അവളെ കളിയാക്കും. അപ്പോഴാണ് അവളും ഷെന്നി ഇവളോട് അന്ന് പറഞ്ഞ് ആലോചിച്ച് നോക്കുന്നത് മൂണിനെ കാണാൻ ബ്യൂട്ടിഫുൾ ആന്ന് അവൻ പറഞ്ഞ ഡയലോഗൊക്കെ. അങ്ങനെ ഇവൾക്ക് ഇപ്പൊ അത് പിടികിട്ടി അവനത് ഉദ്ദേശിച്ചത് ഐ ലവ് എന്ന്. അങ്ങനെ അതിപ്പോ സാറിനോട് പറയുമ്പം ഇവരിത് പെർഫെക്റ്റ് എക്സാമ്പിൾ ആന്ന് പറഞ്ഞ് അവളെ ഇരുത്തും. അതേസമയം അന്ന് രാത്രി ഇവിടെ ചിന്നിന് ഒരുത്തും പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി പുറത്ത് കുറെ സെറ്റപ്പ് ഒക്കെ വെച്ചേക്കും. അങ്ങനെ അവളുടെ ഹോസ്റ്റലിന്റെ പുറത്തിരുന്ന് ചിന്നു ഐ ലവ് യു എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് വിളിച്ചു പോകുമ്പോൾ ഇവളാണ് പുറത്തേക്ക് ഇറങ്ങി വരാതെ അവന്റെ ഫ്രണ്ട്സിനെ പറഞ്ഞയച്ച് അവന് പറഞ്ഞയക്കാൻ പറയും. അപ്പോഴാണ് അവൻ അവിടെ ഇരുന്നോണ്ട് ഇന്ന് ചിന്നു ക്ലാസ് വെച്ച് പറഞ്ഞ ഡയലോഗ് പറയും ഇന്ന് മൂണിനെ കാണാൻ ബ്യൂട്ടിഫുൾ ആണ്. അപ്പോഴാണ് അവളുടെ ഫ്രണ്ട്സും മൂണിനെ കാണാൻ ബ്യൂട്ടിഫുള്ളാ പക്ഷെ അതുമായിട്ട് നിനക്കൊരു ബന്ധമില്ലെന്ന് പറഞ്ഞ് ഇവനെ അങ്ങ് നാണം കെടുത്തി വിടും. അങ്ങനെ അതിനെ ശിവളുമാരെല്ലാരും കൂടെ കുറെ ഭയമായിരുന്നു പ്രപ്പോസ് ചെയ്ത്. അപ്പൊ നീ അവരൊക്കെ റിജക്ട് ചെയ്യാണ് സതി നിന്റെ മൈൻഡ് ആരെങ്കിലും കൊണ്ടോന്ന് പറഞ്ഞ് ഇവരൊക്കെ ചോദ്യം ചെയ്യും. അപ്പോഴാണ് അവളും തിരിച്ചോണ്ട് അങ്ങനെയൊന്നില്ലെന്ന് പറഞ്ഞിട്ട് ഇവള് ഷെന്നിനെ ആലോചിച്ച് ഷെയ്യായിക്കൊണ്ടിരിക്കും. അതിനെ ശിവൾ ഓരോ ദിവസവും ഷെന്നിന് വേണ്ടി ഇവർ ഇതിനു മുമ്പ് കറങ്ങിയ ലൈറ്റ് ഹൗസിലൊക്കെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവിടെ അടുത്തുള്ള ഒരു കടയിൽ ലേഡിയാണ് ഞങ്ങൾ ഈ കട പെട്ടെന്ന് തന്നെ അടച്ചുപൂട്ടെന്ന് പറഞ്ഞ് ഇവളോട് ആ കാര്യം പറയും. കാരണം ഇവളിപ്പോ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാ അതുകൊണ്ട് മാത്രം പറഞ്ഞെന്ന് പറഞ്ഞ് അവളോട് പറഞ്ഞിട്ട് പോകും. അങ്ങനെ അതിനുശേഷം മൂമു ഇവിടെ പഠിക്കുന്നുണ്ട്. ഇവൾ അവളെ കണ്ടൊക്കെ സംസാരിക്കും. അങ്ങനെ രണ്ടുപേരുടെ ഫാമിലി പ്രശ്നങ്ങളെല്ലാം തീർന്ന് അവരിപ്പോ ഹാപ്പി ആയിട്ട് ജീവിച്ചോണ്ടിരിക്കുക. അപ്പോഴാണ് മൂമും ഇവളൊരു സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലത്ത് വിളിച്ചോണ്ടോന്ന് പറഞ്ഞിട്ട് ഒരു ഈവന്റിലേക്ക് വിളിച്ചോണ്ടുപോകും. അങ്ങനെ അവിടെ ഉള്ളത് ഷെന്നിന്റെ അമ്മയാണ്. അങ്ങനെ അവരുടെ ഫാൻസിനൊക്കെ ഓട്ടോഗ്രാഫ് കൊടുത്ത് അവരുടെ ഈവന്റ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മൂമുവാണ് ഷെന്നിന്റെ അച്ഛന് ഇവിടത്തേക്കുള്ള ടിക്കറ്റ് ഇവൾക്ക് തന്നേന്ന് പറയും. അങ്ങനെ അതും പറഞ്ഞ് ഇത്രയും വർഷത്തിൽ ഷെന്നിനെ കുറിച്ച് ഇവൾക്ക് അറിയാൻ ആഗ്രഹം ചോദിക്കുമ്പോൾ ഇവളും കുറച്ച് ടെൻഷനി ഞാനീ പറഞ്ഞിട്ട് എന്ത് ചെയ്യാന്ന് അറിഞ്ഞ് അവളും കുറച്ച് അപ്സെറ്റ് ആയിട്ട് പറയും. അപ്പോഴാണ് മൂമുവും ചിന്നു അവ ഇതിനു മുമ്പ് നിന്നെ സഹായിച്ചൊക്കെ ഒരു ഫ്രണ്ട് ആയിട്ടാണെന്നാണ് നീ വിചാരിക്കുന്നത് അതല്ല അത് നിനക്കും അറിയാം. അതുകൊണ്ട് നീ വെറുതെ ചുമ്മാ നിന്നെ തെറ്റിദ്ധരിപ്പിക്കാതെ ഷെന്നിനോട് സംസാരിച്ചെല്ലാം സമാനാ നോക്ക്. കാരണം അവന്റെ അമ്മയെ സഹായിക്കാൻ വേണ്ടി അവനോട് വന്നിട്ടുണ്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഏതിന് ഇവളും പറഞ്ഞ ഉടനെ ചിന്നുവാണെ പെട്ടെന്ന് സോറി മോമു എനിക്ക് ഇന്ന് നിന്റെ കൂടെ ഈ ഇവന്റ് പങ്കെടുക്കാൻ പറ്റത്തില്ല എനിക്കൊരു സ്ഥലം വരെ പോകണം. എന്നിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് കറക്റ്റ് അതേ സമയം ഷെൻ അവിടേക്ക് നടന്നു വന്നത്. പക്ഷെ ഇവ രണ്ടിനും പരസ്പരം കണ്ടുകൊണ്ടത്തില്ല. അതിനെ ഇവളും സത്യത്തീവൻ തിരിച്ചെത്തിയെന്ന് പറഞ്ഞ് അവന് മെസ്സേജ് അയച്ചിട്ട് ഇവളും കോളേജിലേക്ക് ചെല്ലും. അപ്പോഴാണ് ഇവളും സൈക്കോളജിസ്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യാൻ പോകുന്ന പറഞ്ഞ് ആ ടീച്ചറായിട്ട് സംസാരിച്ചോണ്ടിരിക്കും. ഇത് കേട്ട് അവരും നീ ഫിനാൻസ് പഠിച്ചിട്ട് എന്തിനാ ഇവിടേക്ക് വരുന്നതെന്ന് പറഞ്ഞ് ഇതിനെക്കുറിച്ച് അവളുടെ വീട്ടുകാരായിട്ട് സംസാരിച്ചാൽ ചോദിക്കുമ്പോൾ അവൾ എന്റെ തീരുമാനം എന്റെ പാരന്റ്സ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവൾക്ക് ഈ ജോലി ചെയ്യാൻ താല്പര്യം എന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവരെങ്കിൽ പിന്നെ ഇതിന്റെ പരീക്ഷ എന്ന് പറഞ്ഞ് അവൾ അഡ്വൈസ് ചെയ്യും. എന്നിട്ട് അവളും ക്യാമ്പസിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് ഇവിടെ ഇവളുടെ കസിൻ റൂയാണ് നിങ്ങൾ ആരെയൊക്കെ ഈ സൂപ്പർ മാർക്കറ്റ് എന്ന് നോക്കുന്ന പറഞ്ഞ് അവൻ കുറെ നോട്ടീസൊക്കെ കൊടുത്തോണ്ടിരിക്കും. അങ്ങനെ ഗ്രാമത്തിൽ ഭയങ്കര സ്മാർട്ടായിട്ടുള്ള പയ്യന പക്ഷെ ഇപ്പൊ അവൻ കഷ്ടപ്പെടുന്നിട്ട് ഇവളും കണ്ടിട്ട് അവനോട് സംസാരിക്കാതെ അവൾ മനസ്സിൽ വിചാരിച്ചോണ്ട് പോകും ഇവൻ ഒരിക്കലെങ്കിലും തിരിച്ച് ഗ്രാമത്തിൽ പോകണം എന്ന് പറഞ്ഞ്. അതേസമയം അവൻ അവളെ നോക്കിയിട്ട് നിന്റെ ഫാമിലിക്കും നിന്റെ ചേച്ചിക്കും ചെയ്തില്ല എന്റെ തെറ്റ അതുകൊണ്ട് നമ്മുടെ പാസ്റ്റ് എല്ലാം നമ്മൾ മറക്കണം എന്ന് പറഞ്ഞ് ഇവൻ ആഗ്രഹിക്കുമെന്ന് വിചാരിച്ചോണ്ടിരിക്കും. അങ്ങനെ ഒരു പുതിയ ലൈഫ് ജീവിക്കാൻ വേണ്ടി അവനിപ്പോ തയ്യാറായി. അങ്ങനെ അതിനുശേഷം ചിന്നി അവിടെ നിന്ന് ഷെന്നിനെ കാണാൻ വേണ്ടി ആ ലൈറ്റ് ഹൗസിലേക്ക് ചെല്ലുമ്പോഴാണ് അതേസമയം അവനും ആ ലൈറ്റ് ഹൗസിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന പോലെ ഒരു പോസ്റ്റ് ഇട്ടേക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവൾ ഷോക്കായിട്ട് അപ്പൊ ഷെൻ ഇവിടെ ഉണ്ടോന്ന് അറിഞ്ഞിട്ട് അവൾ ഓടി അവനെ കാണാൻ വേണ്ടി ചെല്ലും. പക്ഷെ അവിടെ ആരും കാണത്തില്ല. അതുകൊണ്ട് അവളും കുറച്ച് അപ്സെറ്റ് ആയിട്ടിരിക്കുമ്പോൾ പറയുന്ന ഷെന്നാണ് എന്നെ അന്വേഷമാണ് ഇങ്ങോട്ടേക്ക് വന്നെന്ന് അറിഞ്ഞ് അവന് പുറയെന്ന് വിളിക്കും. അങ്ങനെ ഇവനെ കണ്ട് അവള് സന്തോഷപ്പെടുമ്പോഴാണ് അവനും പറയും ഇത് അവന്റെ വെക്കേഷൻ ഒന്നല്ല അവൻ ചുമ്മാ ലീവ് എടുത്ത് വന്നയാന്ന്. പക്ഷെ എന്നാലും ഇനി തിരിച്ച് അവൻ ഫ്രാൻസിലേക്ക് പോകുന്നില്ലെന്ന് പറയുമ്പോൾ ഇത് കേട്ട് അവളും ചിരിച്ചോണ്ട് ഓക്കെ എന്ന് അവനോട് പറയും. അപ്പോഴാണ് അവനും ഓക്കെയോ ചിന്നി വെറും ഓക്കെ ഉള്ളോ സത്യത്തിൽ എനിക്ക് നിന്നോട് ഒരു ചോദ്യം ചോദിക്കണം. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നിന്റെ ബർത്ത്ഡേ ഞാൻ ഇവിടെ ഒന്ന് ആഘോഷിച്ചായിരുന്നു. ആ സമയത്ത് നിനക്ക് 3 ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ മൂന്നാമത്തത് നീ എന്നോട് പറഞ്ഞില്ല. അതെന്തോന്ന് ഇപ്പൊ എന്നോട് പറയാൻ പറ്റുമോ? ഇതിന് ഇവനും ചോദിക്കുമ്പോൾ അവളും കുറച്ച് ഷൈയായി അത് ഞാൻ നിന്നോട് പറയത്തില്ല കാരണം ആ ആഗ്രഹം ഇപ്പൊ നടന്ന്. ഇതിന് അവളും പറയുമ്പോഴാണ് അവനും പിടികിട്ടുന്ന ഇവൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരണമെന്ന അവൾ ആഗ്രഹിച്ച. അതിനുശേഷം അവൻ അടുത്തേക്ക് വന്ന് ഇവളുടെ ലക്കി ചെയിൻ തിരിച്ച് അവൾ കൊടുക്കും. കാരണം അവന്റെ ലക്ക് ഇപ്പൊ അവന് തിരിച്ചു കിട്ടി. അതുകൊണ്ട് അതും പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ കിസ് ചെയ്യും. അങ്ങനെ ഈ ഒരു ബ്യൂട്ടിഫുൾ സീനോടെയാണ് നമ്മുടെ ഡ്രാമ ഇവിടെ അവസാനിക്കുന്നത്. ഈ ഡ്രാമ എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്നു താഴെ കമന്റിൽ പറയുക. കൂടാതെ ഷെന്നും അവൻ ഇതിനു മുമ്പ് പറഞ്ഞ പോലെ എപ്പോഴും ഇവളുടെ കൂടെ തന്നെ കാണുന്നു പറഞ്ഞുകൊണ്ട് ആ ഡയലോഗിലാണ് അവസാനിക്കുന്നത്. അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങോടെ നമ്മുടെ ഡ്രാമ ഇവിടെ തീർന്നു. ഇനിയിപ്പോ ഒരു പുതിയ ഡ്രാമയിൽ നമ്മൾ വീണ്ടും കാണാം. 这夏日的味道，橘子
自汽水往下燃烧，一杯酒到但还爱啤酒的泡泡，我还是最喜欢你清澈的笑。你数着遥远的星光，你说相聚是渐渐的流浪，我多想陪你把每个深夜点亮，虽然只是在交错的时空相互拥抱，可都随时间泛黄，只能对照偏旁。